ഒരു നിത്യഹരിത വൃക്ഷമാണ് അകിൽ. സാധാരണ കാണപ്പെടുന്ന അകിൽ മരത്തിനേക്കാൾ പ്രത്യേകതരം ഫംഗസ് പടർന്ന് പഴകിയ അകിൽ മരത്തിനാണ് ഔഷധഗുണം കൂടുതൽ. അത്തരം മരങ്ങളിൽ നിന്നാണ് ഔഷധഗുണമുള്ള സുഗന്ധ തൈലം വേർതിരിച്ചെടുക്കുന്നത്. ത്വക്ക് രോഗങ്ങൾക്കും ചർമ്മ രോഗങ്ങൾക്കും വളരെ ഉത്തമമാണ് അകിലിന്റെ സുഗന്ധ തൈലം. അണുനാശക സ്വഭാവമുള്ളതാണ് അകിലിന്റെ പുക. അകിൽ 20ഓളം മീറ്റർ ഉയരത്തിൽ വളരുന്നു. തടി മൃദുലവും പ്രത്യേക സുഗന്ധമില്ലാത്തതുമാണ്. പക്ഷേ ഫംഗസ് ബാധ കാരണമായ തടിക്ക് കഠിനമേറുകയും സുഗന്ധമുണ്ടാവുകയും ചെയ്യുന്നു. ഇന്ത്യയിൽ ആസാമിലും ബംഗാളിലും അകിൽ ധാരാളമായി കണ്ടുവരുന്നു. ഇവയുടെ പൂക്കൾ കുലകളായി കണ്ടുവരുന്നു. വെളുത്ത നിറമാണ് പൂക്കൾക്ക്. കൃമിജം, അഗുരു, കൃമിജക്തം, രാജാർഹം, വംശിക, വംശികം, യോജകം എന്നിങ്ങനെയാണ് അകിലിന്റെ സംസ്കൃത നാമങ്ങൾ. ഈഗിൾ വുഡ് എന്നാണ് ഇതിന്റെ ഇംഗ്ലീഷ് നാമം. തൈമിലിയോസി എന്ന സസ്യകുടുംബത്തിലെ അംഗമാണ് അകിൽ. അക്വിലേറിയ അഗോലോഹ റോക്സ്ബി എന്നാണ് ശാസ്ത്രനാമം. തടി, എണ്ണ എന്നിവയാണ് ആയുർവേദ പ്രകാരമുള്ള അകിലിന്റെ ഔഷധയോഗ്യ ഭാഗങ്ങൾ. കയ്പ, എരിവ് എന്നിങ്ങനെ രസവും, ലഘു, രൂക്ഷം, തീക്ഷ്ണം എന്നിങ്ങനെ ഗുണവും, ഉഷ്ണവീര്യവും കടുവിഭാഗവുമാണ് ആയുർവേദ വിധിപ്രകാരം അകിലിന്റെ രാസാദി ഗുണങ്ങൾ. രാസഘടകങ്ങൾ നോക്കിയാൽ ബാഷ്പശീലതൈലം, റെസിൻ എന്നീ രാസഘടകങ്ങൾ അകിലെങ്കിൽ അടങ്ങിയിരിക്കുന്നു. ഔഷധ ഗുണങ്ങൾ നോക്കിയാൽ വാതരക്തദോഷവും ദുഷ്ടവ്രണവും എന്നിവയെ അകിൽ ശമിപ്പിക്കും. വിഷശമനത്തിന് അകിൽ വിശേഷമാണ്. ഇതിന്റെ ഉപയോഗം ചോറി, കുഷ്ഠം എന്നിവകൾ അകറ്റുന്നതിന് വളരെ മികച്ച ഫലം നൽകും. അണുനാശക സ്വഭാവമുള്ളതാണ് അകിലിന്റെ പുക. വീടുകളിൽ അകിൽ പുകയ്ക്കുന്നതും പുക വ്രണങ്ങളിൽ ഏർപ്പെടുന്നതും വളരെ നല്ലതായിരിക്കും. ഔഷധ പ്രയോഗങ്ങൾ നോക്കിയാൽ അകിൽ വാതഹരമാണ്. അകിലെണ്ണ പുരട്ടുന്നത് സന്ധിവാദം, സന്ധിവേദന, ആമവാദം എന്നീ രോഗാവസ്ഥകളെ ഉണ്ടാക്കുന്ന നീരും വേദനയും വളരെ നല്ല ശമനമുണ്ടാക്കും. മുറുക്കുന്നതിനൊപ്പം അല്പം അകിലെണ്ണ കൂടി ചേർത്ത് ചവയ്ക്കുന്നത് ശ്വാസകോശ രോഗങ്ങൾക്ക് ചെറിയ തോതിൽ ശമനമുണ്ടാകും. ഈക്കൽ നിൽക്കാനായി നന്നായി പൊടിച്ച അകിലിൽ തേൻ ചേർത്ത് കഴിച്ചാൽ മതി. അകിലെണ്ണയോ അകിൽ പൊടിയോ ഉപയോഗിക്കുന്ന വിചാർച്ചിക, ദ്രുതു തുടങ്ങിയ ത്വക്ക് രോഗങ്ങൾക്ക് വളരെ നല്ല ആശ്വാസം നൽകും. ആയുർവേദ ഔഷധമായ സരളാദി ചൂർണത്തിന്റെ പ്രധാന ചേരുവയായി അകിൽ ഉപയോഗിക്കുന്നു.